Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. കാലടി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കാലടിയിലെ ഓട്ടോറിക്ഷകൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ നൽകി. അങ്കമാലി MLA റോജി എം ജോൺ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ പ്രദേശത്തുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ക്ലബ്ബ് ലയൺസ് ക്ലബിന്റെ വിവിധ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകളെല്ലാം തന്നെ അതാത് മേഖലയിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓട്ടോറിക്ഷകൾക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ഇതിന്റെ പ്രോജക്റ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ക്ലബിന്റെ ഇൻസ്റ്റലേഷൻ ചടങ്ങിന്റെ ഭാഗമായി അന്ന് നമ്മൾ നിർവഹിച്ചിരുന്നു കാലടിയിൽ വെച്ച്. പക്ഷെ ഇന്നാണ് അതിന്റെ വിതരണം ഇവിടെ നടത്തപ്പെടുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം, നമ്മുടെ നാട്ടില് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള യാത്രാ മാർഗം ആശ്രയമാണ് നമ്മുടെ ഓട്ടോറിക്ഷകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാധാരണ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ. പ്രത്യേകിച്ച് നാട്ടിലെ ഏതൊരു കവലയിലെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും, ഒരു അപകടം സംഭവിച്ചാൽ, മറ്റെന്തെങ്കിലും ഒരു പ്രയാസം ആർക്കെങ്കിലും ഉണ്ടായാൽ, ഒരാൾ കുഴഞ്ഞു വീണാൽ, അങ്ങനെ ഏതൊരു അവശ്യഘട്ടം വന്നാൽ അവിടെ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഓട്ടോറിക്ഷക്കാരാണ്. നമുക്ക് ടൗണിൽ എവിടെയെങ്കിലും ട്രാഫിക് കുരുക്കുണ്ടായാൽ പോലും അപ്പോൾ അത് അഴിക്കണമെങ്കിൽ പോലീസില്ലാത്ത സമയത്താണെങ്കിൽ അത് അഴിക്കാനായിട്ട് അവിടെ ഗതാഗതം നിയന്ത്രിക്കാനായിട്ട് നമുക്ക് അതാത് ജംഗ്ഷനുകളിൽ നമ്മുടെ ഓട്ടോറിക്ഷക്കാരാണ് വരുന്നത്. പ്രസിഡന്റ് ഡേവിസ് കുന്നേക്കാടൻ ലയൺസ് ക്ലബ്ബ് നടപ്പാക്കാൻ പോകുന്ന വിവിധ പ്രൊജക്ടുകളെ കുറിച്ച് അവതരിപ്പിച്ചു. ഈ വർഷത്തെ നമ്മളുടെ ആദ്യത്തെ പ്രോജക്റ്റായിട്ട് ഇന്ന് വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം 20 ഓട്ടോറിക്ഷയ്ക്ക് ഫസ്റ്റ് എയ്ഡ് ബോക്സ് നൽകി നമ്മൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറ്റവും പെട്ടെന്ന് ആ പ്രശ്നത്തിൽ നല്ല വിവേകത്തോടെ അവർ ഇടപെടുകയും അത് വേണ്ട ഉചിതമായ രീതിയിൽ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ ഹോസ്പിറ്റലിൽ എടുക്കുകയും ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നവരെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയും ഒരു മാതൃകപരമായ കാര്യങ്ങളാണ് നമ്മളുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എവിടെയും ചെയ്തു വരുന്നത്. അപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ലയൺസ് ക്ലബിന്റെ ഒരു ഉത്തരവാദിത്തം എന്ന് തോന്നി. അപ്പോൾ ഡിസ്ട്രിക്റ്റുമായി സഹകരിച്ച് ഈ ഓട്ടോറിക്ഷകൾക്ക് തന്നെ കിറ്റ് കൊടുക്കാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു. അങ്കമാലി ജോയിന്റ് RTO സുൽഫിക്കർ, ഡിസ്ട്രിക്ട് ക്യാബിനറ്റ് സെക്രട്ടറി ജോർജ് സാജു, CA ജോളി സ്റ്റീഫൻ, TK രാജീവ്, കാലടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക ബാലകൃഷ്ണൻ, സോൺ ചെയർപേഴ്സൺ ലയൻ മേഴ്സി ജെയിംസ്, മാത്യൂസ് കോലഞ്ചേരി എന്നിവർ സംസാരിച്ചു. നമ്മുടെ നാടുകളിലും നഗരത്തിലും പട്ടണത്തിലും മറ്റേ ഇടവഴികളിലും എല്ലാം നമുക്ക് ഓട്ടോറിക്ഷക്കാരാണ്. നമ്മുടെ നാട്ടില് എന്ത് അത്യാഹിതം സംഭവിച്ചാലും 70% ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുള്ള ഓട്ടോറിക്ഷക്കാരായിരിക്കും. ഒരു കാരണം നമ്മുടെ കയ്യടിച്ചാൽ നിൽക്കുക, ഒരു കാര്യം നിർത്താറില്ല. എൻ്റെ കാല സ്റ്റേജിൽ പഠിക്കാവും, എനിക്ക് സിനിമയ്ക്ക് വേണ്ടി, കല്യാണത്തിന് വേണ്ടി, എൻ്റെ ഫാമിലി കാരണം എന്ന് പറഞ്ഞ പല കാരണങ്ങളാണ് കാറുകാർ ഒഴിവാക്കും. ആ സമയത്തൊക്കെ ശരിക്കും ഞാൻ ഓട്ടോറിക്ഷക്കാരാണ് ആ പരിക്കുപറ്റിയ ആൾക്കാരെ എവിടെ കൊണ്ടുവന്നത്, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്, അത്യാഹിതം കാശായിട്ട് കൊണ്ടുവന്നത്. ഈ വർഷം ഇത് കൂടാതെ തന്നെ 100ഓളം വീടുകളൊക്കെ സൊസൈറ്റിയിലൂടെയായിട്ട് ചേർന്നിട്ട് ലയൺസ് 318C നമ്മൾ നിർമ്മിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഡയാലിസിസ് സെൻ്റർ, അതുപോലെ കമ്മ്യൂണിറ്റി കിച്ചൺ, കുട്ടികൾക്കുള്ള കരിയർ മാപ്പിംഗ്, അതുപോലെ കരിയർ ലാബ് സ്കൂളുകൾ, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ലയൺസ് ക്ലബിലെ മെമ്പേഴ്സിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം നമ്മുടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് വിനിയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഈ പ്രോഗ്രാം കാലടി ക്ലബ്ബ് വർഷങ്ങളായിട്ട് ഡിസ്ട്രിക്ട് 318 ഒരു പ്രമുഖമായ ക്ലബ്ബാണ്. ഇവിടെയുള്ള മെമ്പേഴ്സ് അവരുടെ എല്ലാ പ്രവർത്തനവും ഈ ഒരു മേഖലയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പല രീതിയിലുള്ള പ്രൊജക്ടുകൾ നടപ്പായിക്കൊണ്ടിരിക്കും. പ്രസിഡന്റ് ഡേവിസ് കുന്നേക്കാടൻ, സെക്രട്ടറി ജിമ്മി ജോസഫ്, ട്രഷറർ കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി. കാരണം ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ ഇറങ്ങി ഓടി